യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാര്, ഇന്ന് അനുഗ്രഹ വെള്ളി, ഫെബ്രുവരി മാസത്തെ ആദ്യ വെള്ളി, രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഉണരുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഈ ആദ്യ വെള്ളിയിൽ എൻ്റെ ജീവിതം ഒരനുഗ്രഹമായി മാറണം ആണ്. സഹോദര സഹോദരി, നിൻ്റെ ജീവിതം ഇന്ന് അനുഗ്രഹമായി മാറുവാൻ വേണ്ടി കർത്താവ് ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷകളാണ് അനുഗ്രഹവെള്ളി. ഓരോ ആദ്യ വെള്ളിയാഴ്ചയും അനുഗ്രഹവെള്ളി എന്ന് വിളിക്കുന്നു. കാര്യം ഇതാണ്, ഒരു പ്രത്യേക നിയോഗത്തിന് പ്രാർത്ഥിക്കും. ഈ മാസത്തെ അനുഗ്രഹവെള്ളിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക മേഖല അനുഗ്രഹമായി മാറുവാൻ, അപ്പോൾ നിൻ്റെ കടബാധ്യത ആയിരിക്കാം, മറ്റു പലതായിരിക്കാം. സാമ്പത്തികമായി ഏതൊക്കെ പ്രതിസന്ധി, എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, ഇന്ന് വരണം. പ്രത്യേക ശുശ്രൂഷ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ക്രമപ്പെടുത്തുന്നുണ്ട്. നെയ്മാത്തിന്റെ പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വലിയൊരു വാഗ്ദത്തം മറക്കരുത്. കർത്താവ് നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത്, കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിപ്പിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. പ്രിയമുള്ള സഹോദര സഹോദരി, ഓർത്ത് ദൈവം സമർത്ഥമായ കാലാവസ്ഥയും എല്ലാം കർത്താവ് ഒരുക്കും. എന്നിട്ട് കർത്താവ് എന്താ പറയുന്നറിയാമോ? നീയും നിന്റെ കുടുംബവും ദേശവും അനുഗ്രഹം പ്രാപിക്കും. ഒരുപക്ഷെ ഇന്നലെ വരെ നീ കടം വാങ്ങിച്ചു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു എങ്കിൽ, പ്രിയമുള്ള സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനം എന്ന് പറയുന്നു, ഇനി ഒരിക്കലും നീ കടം വാങ്ങിക്കേണ്ടി വരത്തില്ല. മറ്റുള്ളവർ നിന്നോട് കടം വാങ്ങിക്കുമെന്ന് ആ അർത്ഥത്തിലല്ല, മറിച്ച് നിനക്ക് സമൃദ്ധി ഉണ്ടാകുന്ന പറയുന്നത്. നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം സമൃദ്ധിയായ തരത്തിൽ അനുഗ്രഹിക്കും. ഒപ്പം പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവം നിനക്ക് തരുമ്പോൾ അതിൻ്റെ ദശാംശം നീ ഈശോയ്ക്ക് കൊടുക്കണം. ആ വചനം പറയുന്നത് മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം, ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടം തുറന്ന് നിങ്ങൾ അനുഗ്രഹം വർഷിക്കുകയില്ലേ. അപ്പോൾ പ്രിയമുള്ളവരെ, കർത്താവ് സമർത്ഥമായി നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിക്കുന്ന അവസ്ഥയിൽ നീ ദൈവത്തിന് നന്ദിയായിട്ട് 10-1 ദൈവ ശുശ്രൂഷയ്ക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിക്കില്ലെന്ന് കർത്താവ് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരൊക്കെ ദശാംശം കർത്താവിന് കൊടുത്തോ അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്ന് ഓർത്തു നോക്കിയേ, യാക്കോബ് തൻ്റെ അമ്മാവനായ ലാബാന്റെ അടുക്കിലേക്ക് പോയപ്പോൾ കർത്താവ് യാക്കോബിന് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. നിനക്ക് വേണ്ടതായെല്ലാം ഞാൻ തരും. അങ്ങനെ എനിക്ക് വേണ്ടതായെല്ലാം തരുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, യാക്കോബ് പറയുന്നുണ്ട്, എന്ത് തന്നാലും അതിൻ്റെ 10-1 ഞാൻ തരും കർത്താവേ എന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എങ്കില് ദൈവം എനിക്ക് കഴിവുകൾ തന്നു, സാധ്യതകൾ തന്നു, സമയം തന്നു, സമ്പത്ത് തന്നു. യാക്കോബ് പറഞ്ഞത്, ദൈവമേ, നീ എനിക്ക് എന്നാ തന്നാലും ഞാൻ നിനക്ക് 10-1 തരുമെന്ന്. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, ദശാംശം എന്ന് പറയുന്നത് സമ്പത്തിന് മാത്രമാകരുത്. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ കഴിവിൻ്റെ ദശാംശം കൊടുക്കണം, നിന്റെ സമയത്ത് ദശാംശം കൊടുക്കണം, സമ്പത്ത് ദശാംശം കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, എൻ്റെ സാമ്പത്തിക മേഖല ഇന്ന് പ്രത്യേകം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നീശോട് പറയണം, കർത്താവ് ഞാൻ തരും നിനക്ക്. അതുപോലെ തന്നെ പ്രിയമുള്ളവർ, നമുക്ക് ഈശോയ്ക്ക് ഇന്ന് വാക്ക് കൊടുക്കാം.
ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈശോയോട് പറയാം, കർത്താവേ, നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിൻ്റെ ആലയത്തിന് വേണ്ടി, അങ്ങയുടെ ദൈവരാജ്യത്തിന് വേണ്ടി എൻ്റെ കഴിവിൻ്റെ സമ്പത്തിൻ്റെ സമയത്തിന് ദശാംശം ഞാൻ നിനക്ക് തരും. അങ്ങനെ നീ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന മക്കളുണ്ട്, നിങ്ങൾ വരണം. കടബാധയുള്ള മക്കളുണ്ട്, നിങ്ങൾ വരണം. നിങ്ങൾക്കൊണ്ട് അച്ഛൻ പ്രത്യേക ശുശ്രൂഷ ഇന്ന് ആലയത്തിൽ ക്രമപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, എവിടെ ഇരുന്നാണെങ്കിലും പ്രാർത്ഥിച്ചോളൂ. ഓൺലൈനിലൂടെ ആണെങ്കിലും വ്യത്യസ്ത ചാനലിലൂടെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിച്ച്, നിങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അച്ഛൻ ഈശോയുടെ അൽത്താരയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഈ വചനം സേവിക്കുന്ന എല്ലാ മക്കളോടും കരുണയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന മക്കൾ, പലതരത്തിലും സമ്പത്തുമായി ബന്ധപ്പെട്ട് തകർച്ച അനുഭവിക്കുന്ന മക്കൾ, അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ വചനഭാഗവും വ്യാഖ്യാനവും ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്നോ അവരെല്ലാവരും പ്രത്യേകം അനുഗ്രഹം പ്രാപിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ കർത്താവ് അനുഗ്രഹമായി മാറട്ടെ.